അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ആ ദിവസം എത്തി. ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. 2 ദിവസം എങ്ങനെയാണ് പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇറങ്ങുമ്പോൾ വലിയ മഴ ഉണ്ടായിരുന്നില്ല, പിന്നെ നല്ല മഴ തുടങ്ങി. മഴക്കാലമാണല്ലോ, മഴയുടെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് മഴ കിട്ടാത്തത് കൊണ്ട് ലഗേജൊക്കെ കയറ്റാൻ എളുപ്പമായിട്ടായിരുന്നു. നമ്മൾ മുംബൈയിൽ നിന്നാണ് പോണത്, കോഴിക്കോടേക്ക്, കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോണത്, ഞങ്ങൾ സ്വന്തം നാട്ടിലേക്ക്. ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ട, ബാക്കിൽ ഇങ്ങനെ നടന്നു കൊടുത്താൽ മതി. ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ മോളെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 മാത്രമല്ലാതെ ഫാമിലി ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഫൺ തന്നെ ആയിരിക്കും. 3:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം ഇവിടെ ബോംബെയിലത്തെ ട്രാഫിക് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി എന്തെങ്കിലും കഴിക്കുമ്പോൾ വേഗം കൊടുക്കും കേട്ടോ, ഷാലുവിനും മിൻകുട്ടിനും. ഷാലു മാമിക്ക് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് പേടിയൊന്നുമില്ല, നല്ലതിൽ കൊടുക്കും. പക്ഷെ ബിനു മാമിന് കൊടുക്കുമ്പോൾ ഉണ്ണി ഒന്ന് സൂക്ഷിച്ചിട്ടാണ് കൊടുക്കുള്ളൂ, അത് മുഴുവനും എടുത്ത് കഴിച്ച് കളയും. അല്ല ചേട്ടൻ അവിടെ വരെ വന്നിട്ടേ വീഡിയോ കഴിയാൻ നേരത്തെ ഓക്കെ ബൈ. നമ്മൾ ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എവിടേക്ക് പോയാലും നോൺ വെജ് വിട്ടൊരു കളിയില്ല. അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് ബാക്കിയാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇരുന്നത് കേട്ടോ, അതുകൊണ്ട് പിന്നെ റിലാക്സ് ആയിട്ട് നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ നോക്കി. മൈസൂർ പാക്കാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അതേ ആ തൂക്കിയിട്ടുണ്ട് കണ്ടില്ലേ, അത് മുഴുവൻ കഴിക്കാനുള്ള സ്വീറ്റ്സാണ്. ഇത് ഇവർ രണ്ടാളുള്ള കാരണം ഞങ്ങൾ ഇത്രയൊക്കെ എടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ മധുരമുള്ളതൊന്നും അധികം ഉണ്ടാവില്ല. ക്ലൈമറ്റ് കുറച്ച് മോശമായ കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമോ എന്നൊക്കെ പേടിച്ചിട്ടാട്ടോ രാവിലെ ഞങ്ങൾ എണീറ്റത്. മെസ്സേജ് ഫോണിൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു, പക്ഷേ ഭാഗ്യത്തിന് ഫ്ലൈറ്റൊന്നും ക്യാൻസലായില്ല. കൃഷ്ണൻ 3 അക്ഷരമേ ഉള്ളൂ. കൃഷ്ണനും കരച്ചിലോ, കൃഷ്ണ കണ്ണീര് വേണ്ട. കൃഷ്ണൻ, കണ്ണൻ, കണ്ണപ്പൻ നടക്കുകയല്ലോ. വാളെടുക്കല്ലേ രംഗണ്ണന്റെ മാതിരി. ചെറിയ ഇതുള്ളൂ. രാധ, മോഹൻലാൽ അല്ല, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പിന്നെ കലാഭമണിയാണോ? മലയാ കൃഷ്ണക്കർ വെച്ച് തുടങ്ങുന്നുണ്ട്. എന്താണ് കുറയ്ക്ക? ഈ മൂവി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളൊരു 1.25 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം എത്തി. ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ അവരെത്തിയെന്ന് പറഞ്ഞു. ഞങ്ങളൊരു മാസം മുന്നേ വന്ന് പോയിട്ടുള്ളൂ, ഇവരൊരു വർഷത്തിന് ശേഷമാണല്ലോ കാണുന്നത്. എന്നാലും ഞാനും ഒരു വർഷം കഴിഞ്ഞിട്ട് വരുന്ന മാതിരി തന്നെ അഭിനയിച്ചു. ഞാൻ ഇവരെ 2 പേരെ നോക്കി നിൽക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ അവരുടെ ഫേസിൽ നിന്ന് കാണുന്നത്. ഇങ്ങനെ വിട്ട് നിന്നിട്ടില്ലല്ലോ, ആദ്യത്തെ ടൈമല്ലേ ഇങ്ങനെ.
അപ്പോൾ അത് മുഴുവൻ എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കിൽ തന്നെ ഉണ്ട്. യാത്രയൊക്കെ പറഞ്ഞു പോയിട്ട് വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നാട്ടിൽ കൊണ്ടോട്ടി എത്തിയാൽ പിന്നെ എൻ്റെ ഒരു ലോകമാണ് കേട്ടോ. പിന്നെ എന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. ഇത് പിന്നീട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പെട്ടി പൊട്ടിക്കൽ ഇതിൻ്റെയൊക്കെ ഒരു പാട്ടാണല്ലോ, ഗൾഫിൽ പെട്ടി പൊട്ടിക്കൽ. ഈ പെട്ടിയൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചപ്പോൾ ഞാൻ ചെറുതാകുമ്പോൾ അച്ഛൻ ഗൾഫിലായിരുന്നു കുറേ വർഷം. അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ സ്മെല്ല് എനിക്ക് അന്ധകാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോയി. എത്ര പെട്ടെന്നാണ് അതൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വന്നത്. ഒരു പെട്ടി നിറയെ സാധനങ്ങൾ ഉണ്ണിക്ക് തന്നെയായിരുന്നു കേട്ടോ. നവ്യ എന്നായിരുന്നു അന്തരത്തിൽ പറഞ്ഞ പോലെ എനിക്കും കിട്ടി കുറച്ച്. ഇത് വേറൊരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.